സഫലയാത്ര രണ്ടാമിടം. 2 മരക്കഷണങ്ങൾ. യേശു കുരിശു വഹിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ ഭാരം അവൻ ചുമലിലേറ്റുന്നു. ഇത് വേദന നിറഞ്ഞൊരു യാത്രയാണ്. ഈ യാത്രയിൽ അവന് കൂട്ടാളികളായി വന്നത് 2 കള്ളന്മാരാണ്. അവരുടെ തോളിലും കുരിശുണ്ട്. കുരിശ് ഒരു വാതിലായി രൂപാന്തരപ്പെടുകയാണ് ഇവിടെ. അതൊരു ഭാരം മാത്രമല്ല, അത് ഒരു വാതിലായി രൂപാന്തരപ്പെടുന്നു. ആ വാതിലിലൂടെയാണ് രക്ഷ കടന്നു വരുന്നത്. 2 മരക്കഷണങ്ങൾ കൂട്ടിവെച്ച ഭാരമാണ് കുരിശെന്ന് നീ കരുതരുത്. അത് രക്ഷയുടെ വാതിലാണ്. ആ മരക്കഷണങ്ങൾ അവൻ കൂട്ടിവെക്കുന്നതിനു മുൻപ് ചരിത്രത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മഞ്ഞു മൂടിക്കിടക്കുന്ന മോറിയ മലമുകളിലേക്ക് തൻ്റെ പ്രിയപുത്രനുമായി ഇസഹാക്കുമായി യാത്ര തിരിക്കുന്ന അബ്രഹാം അവൻ്റെ തോളിൽ വിറക് കെട്ട് എടുത്തു വെച്ചു. ആ വിറക് കെട്ടുമായി കഴുതയ്ക്ക് ജീനിയിട്ട് അവൻ മോറിയ മലമുകളിലേക്ക് അവൻ നടക്കുന്നു. ഈ നടത്തത്തിനിടയിൽ കുഞ്ഞിസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പ, ബലിക്കുള്ളതെല്ലാം ഉണ്ട്, ഏറ്റവും അത്യാവശ്യമായത് ഇല്ല, അത് കുഞ്ഞാടാണ്. മറുപടിയുണ്ട്, അത് ദൈവം തരും. ഹൃദയമെങ്ങനെ പിടച്ചുകൊണ്ട് അവൻ പറഞ്ഞ മറുപടി: ദൈവം കേട്ടു, ദൈവം കൊടുത്തു ഒരു കുഞ്ഞാടിനെ. മുൾപടർപ്പുകൾക്കിടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ ഇസഹാക്കിന് പകരം ബലിയർപ്പിച്ചിട്ടാണ് അവൻ തൻ്റെ കത്തിയിൽ ചോരയും പുരട്ടി ആ മല ഇറങ്ങി വരുന്നത്. അവിടെ ഈ മലമുകളിൽ ദൈവമെല്ലാം തരുമെന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മോറിയ മലമുകളിൽ നിന്ന് കത്തിയുമായി, രക്തമിറ്റിറ്റു വീഴുന്ന കത്തിയുമായി അത് ഇറങ്ങി വരുന്നത് ഈ കാൽവരി മലമുകളിലേക്കുള്ള നടപ്പ് പോലെയാണ്. തൻ്റെ പ്രിയപുത്രനെ ഒരു കുഞ്ഞാടായി അവൻ്റെ തലമുകളിലുള്ള ആ ചുറ്റപ്പെട്ട ആ മുൾപടർപ്പിന് അവൻ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അവനെ കുഞ്ഞാടാക്കി കൊണ്ടുവരുന്നു. അവൻ്റെ തോളിൽ ഒരു ഭാരമുണ്ട്. ആ ഭാരം ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭാരമാണ്, പാപത്തിൻ്റെ കടഭാരമാണ്. അതിനെ നീക്കാൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് തൻ്റെ തോളിൽ, ഇസഹാക്കിൻ്റെ തോളിൽ ഇരുന്നതുപോലെ 2 വിറക് കഷ്ണങ്ങൾ എടുത്ത് തൻ്റെ തോളിലേക്ക് വെക്കുന്നു. ഇപ്പോഴും മനുഷ്യർ ഇതുപോലെ തങ്ങളുടെ തോളിന്മേൽ ഭാരമേറ്റുന്നുണ്ട്. വട്ടം വെച്ച് കെട്ടിയ 2 മരക്കഷ്ണങ്ങൾ കുരിശെന്ന് സങ്കല്പിച്ച് ചാണകം മെഴുകിയ തറയിൽ ചെരാതുകൾ കൊളുത്തിവെച്ച് ഈ ഉത്തരേന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണും ക്രിസ്തു ഭക്തർ എന്ന് പറഞ്ഞ്. അവരങ്ങനെ ക്രിസ്തു ഭക്തരാണെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞാൽ അവരുടെ തോളിൽ ഇതുപോലൊരു കുരിശ് വന്ന് വീഴും. അക്രമത്തിൻ്റെ, അവരടിയേൽക്കപ്പെടാൻ പോകുന്നതിൻ്റെ, വേദനയുടെ പാരമ്യത്തിൽ അവരുടെ കുടിലുകൾ കത്തിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ഒക്കെ സൂചനയായി ചുറ്റുപാടുകളിൽ ഭീഷണികൾ നിലനിൽക്കെ അവർ അത്തരം കുരിശുകൾ ഏറ്റുവാങ്ങുന്നു. നൈജീരിയയിൽ തങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന കാരണം കൊണ്ട് മാത്രം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നതുകൊണ്ട് മാത്രം വിശ്വാസം അവർക്ക് മരണത്തിൻ്റെ കാരണമായി ഭവിക്കുമ്പോൾ ഇത്തരം കുരിശുകളാണ് അവർ ഏറ്റെടുക്കുന്നത്. പക്ഷെ അവർ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നു. അവർ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. തൻ്റെ പിതാവിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ള പുത്രൻ ഈ കുരിശ്, ഇസഹാക്കിൻ്റെ തോളിൽ നിന്ന് അവൻ ഏറ്റെടുത്ത 2 മരക്കഷ്ണങ്ങളുണ്ടല്ലോ, അതും വെച്ച് അവൻ ആ മലമുകളിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ്റെ തലയിൽ മുൾമുടിയുണ്ട്. എല്ലാ ശാപങ്ങളുടെയും അടയാളമായി മണ്ണ് മുളപ്പിച്ച മുൾമുടി അവൻ്റെ തലയിൽ തൂകിയപ്പോൾ ആ തലയിലിരുന്ന ആ മുൾമുടി സൂചിപ്പിക്കുന്നു ലോകത്തിൻ്റെ മുഴുവൻ ശാപങ്ങളെയും താനിതാ ഏറ്റുവാങ്ങുന്നു. അവൻ അങ്ങനെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കഥകളൊക്കെ തൻ്റെ കുരിശെന്ന 2 മരക്കഷ്ണത്തിലേക്ക് ചേർത്ത് വെച്ച് തലയിൽ മുൾമുടിയും ചൂടി അവൻ അങ്ങനെ നിൽക്കുന്നു. ഇത് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമല്ലേ? സബലീകരണമല്ലേ?